ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വീട്ടിൽ പോവാണ്. അപ്പോൾ വന്നിട്ടിപ്പോൾ 3 ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ആവണുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചിലപ്പം ഇപ്പോഴത്തെ നമ്മൾ കുറേ സൂട്ട് കേസില്ല, എൻ്റെ ഒരു സൂട്ട് കേസും പിന്നെ അവരുടെ ഒക്കെ ബാഗിലേക്കാണ് അവർ കൊണ്ടുവന്നിട്ട്. അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയിക്കാൻ കഴിയും. ഇതിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഗേജ് എടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയിക്കണം. അത് നേരത്തെ എന്തെടുത്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോരാൻ നേരത്തെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നു ഇത് മറന്നു ആ റൂമിൽ വെച്ചു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലഗേജ് ഫുൾ പാക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങണ നേരത്തായിരിക്കും നമ്മുടെ തിക്കും തിരക്കും സാധനങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ അച്ഛനുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്കതൊരു എന്താ പറയുക മനസ്സിലൊരു വിഷമമായിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാഗും കൊണ്ട് ആദ്യം റൂമിൽ നിന്ന് കൊണ്ടുവയ്ക്കണത് കേട്ടോ. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗാണെങ്കിൽ അത്യാവശ്യം നല്ല കനുണ്ട്. അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചതുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങനെ ആക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. എൻ്റെ കുറച്ചും കൂടി വലിയ സൂട്ട് കേസായ കാരണം പിന്നെ കുഞ്ഞിയുടെ ബാഗായാലും പിന്നെ അമ്മയുടെ ബാഗായാലും ഒക്കെ ഓരോന്നായിട്ട് കൊണ്ടുവന്നു കേട്ടോ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണം എറണാകുളത്തായിരുന്നു, അച്ഛൻ്റെ ഒപ്പമായിരുന്നു. കാരണം തിരുവോണത്തിൻ്റെ അന്ന് തന്നെ നമ്മളെല്ലാ സദ്യയും സാധനങ്ങളെല്ലാം വെച്ചിട്ട് വീട്ടിൽ നിന്ന് അതൊക്കെ പാക്ഡ് ആക്കിയിട്ട് വീട്ടിലൊരു സംഭവം ഇല്ലാണ്ട് നമ്മളെല്ലാം എടുത്ത് പോന്നു. പ്ലേറ്റ് അടക്കം എടുത്തു. നമുക്കിനി ഒന്നും കടയിൽ നിന്ന് വാങ്ങണ്ട, അത്രയും നല്ല സെറ്റപ്പിലാണ് വന്നത്. അപ്പോൾ അതും കൂടെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നല്ല ഹെവി കനുണ്ടായിരുന്നു. കാരണം കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു, കുറേ സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും. പിന്നെ റൂമാണെങ്കിൽ ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ അലങ്കോലമായിട്ട് കിടക്കണം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമുക്ക് നല്ല വൃത്തിയിൽ തന്നൊരു റൂമല്ലേ, അപ്പോൾ നമ്മളങ്ങനെ നശിപ്പിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതും ഞങ്ങൾ 3 ഗേൾസാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ പിന്നെ അവരെന്താ വിചാരിക്കുക, അവിടെ ആണെങ്കിൽ ഒരു ചേട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അച്ഛന് കൊടുക്കാനുള്ള ഷർട്ട് മാത്രം ഞങ്ങൾ റൂമിൽ വെച്ചിട്ടു. അപ്പോൾ അതെന്തായാലും മറക്കില്ലല്ലോ. അപ്പോൾ അതെന്തായാലും ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ അച്ഛൻ അപ്പോഴത്തേക്കും ഡിപ്പോന്ന് നമ്മൾ വരും. ഡിപ്പോ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേനും അതൊക്കെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമ്മുടെ ബെഡും പിന്നെ നമ്മുടെ റൂമൊന്നും അടിച്ച് വാരാനൊന്നും ചൂരൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അത്ര അഴുക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് നീറ്റാക്കി വെച്ചു. അങ്ങനെ ബെഡും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിതാ റൂം നമ്പർ 104 റൂം എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഞാൻ മറന്നുപോയിട്ടോ ക്വാർട്ടേഴ്സിൻ്റെ പേര് എന്താണെന്നുള്ളത്. പിന്നെ കീ കുഞ്ഞിക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ ഇനി എന്തെങ്കിലും കഴിക്കണം. നേരെ അച്ഛൻ വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെ വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒറ്റ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് ഹോളിഡേ ആണ്, സൺഡേ ആയിട്ട് അവിടുത്തെ ഒറ്റ കടയും തുറന്നിട്ടില്ല. അങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് ഒരു കട കണ്ടുപിടിച്ചത് കേട്ടോ. അവിടെയാണെങ്കിൽ പൈദോശ എന്നാണ്, കുറേ വെറൈറ്റി ദോശകളുണ്ട്. നമ്മൾ സാധാരണ മസാല ദോശയും പിന്നെ പൂരിയോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ മസാല ദോശ നമ്മൾ ഒരു പ്ലേറ്റേ വാങ്ങിയിട്ടുള്ളൂ. മസാല ദോശയിൽ 2 ദോശ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വയറ് നിറച്ച് അവിടെ നിന്ന് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പൈദോശയാണ്. അപ്പം അത്യാവശ്യം നല്ല ദോശയൊക്കെ ആയിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 2 ദോശ ഉണ്ടായിരുന്നു, ഒരാൾക്ക് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇനി അവിടെ നിന്ന് ഓടിക്കുന്നത് അമ്മയാണ് കേട്ടോ. ഇതുവരെ അച്ഛനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ ആലുവ വരെ ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ലുലുമോളിലേക്കാണ്. അവിടുന്ന് കുറേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാണ്ടായിരുന്നു. വീട്ടിലേക്കായാലും ഞങ്ങൾക്കായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ അവിടെ ചെന്ന് വാങ്ങണേക്കാളും നല്ലത് നമുക്ക് ഇവിടുന്ന് വാങ്ങി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞാലും നമുക്ക് നാളെ വാങ്ങണമെങ്കിൽ നാളെ പോയി വാങ്ങാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും കയറണമല്ലോ. നമുക്കിപ്പോൾ എറണാകുളം വന്ന സ്ഥിതിക്ക് എന്തായാലും മാളിൽ കയറിയിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാളിൽ നിന്ന് നമുക്ക് മേടിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മേടിച്ച് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഭയങ്കര ഹോളിഡേയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ പാർക്കിങ്ങിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും കയറ്റി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ച കഴിയാറായിട്ടാണ്. അപ്പോൾ അവിടുന്ന് നേരെ ആലുവയിൽ വന്നിട്ട് ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ എറണാകുളം വന്നതിൽ ആകെ എനിക്ക് എൻ്റെ ടേസ്റ്റിനും അല്ലെങ്കിൽ എനിക്ക് കുറേ മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതാണ് നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു വില ഉണ്ടാവില്ല. പക്ഷെ പുറത്ത് പോയി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് എത്രത്തോളം
എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു 3 ദിവസം എന്ന് പറയാം. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എത്ര ചോറുണ്ടായാലും എനിക്ക് മതിയാവുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറയുന്നത് കള്ളുഷാപ്പിൽ നിന്ന് കഴിച്ചപ്പോൾ അത് എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ച കാരണം അധികം കഴിക്കാൻ പറ്റിയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ അത് 2 ദിവസം പട്ടിണി കിടന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കില്ലേ നല്ലൊരു ഫുഡ്, അതായിരുന്നു ആര്യാസിൽ നിന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു സാമ്പാർ, പായസം, എല്ലാ കറികളും നമ്മുടെ വീട്ടിൽ വെക്കാൻ പോലെ തന്നെ നല്ല വെജിറ്റേറിയൻ ആണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങളല്ല, ഒരു 3 മാസമായിട്ട് ഡെയിലി നോണോ അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വെജിറ്റേറിയൻ കുറവാണ്, ഞാൻ എന്തെങ്കിലും സൈഡായിട്ട് മുട്ടയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒക്കെ പഠിപ്പിച്ചത് ഈ 2 ദിവസങ്ങളിലാണ്. ഞാൻ ഇങ്ങനെ മാറി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത് ഞാൻ ഈ 2 ദിവസങ്ങളിലാണ്. കാരണം ഞാൻ പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാനത് എന്താ പറയുക, ഒരു തർക്കത്തിനും പറയാണ്ട് ഞാനത് കഴിക്കൂട്ടോ. കാരണം അന്ന് അറിഞ്ഞൊരു വിലയാണ്. അങ്ങനെ അച്ഛനെ ആലുവ ഡിപ്പോയിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അച്ഛൻ നേരെ അച്ഛൻ്റെ ഡിപ്പോയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആലുവ വരെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇവിടെ ഇരിഞ്ഞാലക്കുട എത്തി. ഇരിഞ്ഞാലക്കുടയിൽ ഫാസിയോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കുഞ്ഞിക്ക് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞായാലും അമ്മയായാലും എപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ ഫാസിയോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവർ ഫാസിയോയിൽ വന്നിട്ടില്ല, ഇവിടെ കുറച്ച് നാളായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഫാസിയോയിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അവിടെ നിന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം തന്നെ അവിടെ ടോപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആ കളർ ഉണ്ടായിരുന്നില്ല, വേറൊരു സിംഗിൾ ഉണ്ടായിരുന്നുള്ളൂ. അത് XXL XXL എന്തോ ആയിരുന്നു. പിന്നെ 199 കുറേ ടോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര പോരാ. പിന്നെ ഫാസിയിൽ തുണി എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട് എന്ന് തോന്നി. കാരണം കുഞ്ഞ് കുറേ ടീംസ് ഇപ്പോൾ ഈ ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ്. ഇതിപ്പോൾ അടുത്ത തിരുവോണം വരാറായി ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങിയപ്പോൾ. എറണാകുളത്ത് നിന്ന് നമുക്ക് അടുത്തിരിക്കുന്ന സ്ഥലം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമായി. അപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു സ്ഥലം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമല്ലേ, ഓ വീടെത്താറായി എന്നുള്ളൊരിത്. പിന്നെ സെൻറ്റർ എത്തിയപ്പോൾ നമ്മുടെ അമ്മമ്മ നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മേനെ ഒരു കൂട്ടി തിരുവോണത്തിൻ്റെ അന്ന് അമ്മമ്മ കഴിക്കാൻ വന്നിട്ടുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അങ്ങനെ കഴിക്കാൻ വരാറില്ല ഞങ്ങളുടെ വീട്ടിലെ. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല, പിന്നെ ആരും വരാറുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോകുക. അപ്പോൾ അമ്മമ്മ അതിൻ്റെ ഇടയിൽ